കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞതിന് ശേഷമുണ്ടായ അപകടത്തിലേക്ക് തന്നെ. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത്. അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ഉച്ചയോടെ സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നാണ് ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ പറഞ്ഞത്. നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കൺസർവേറ്റർ പ്രതികരിച്ചു. ADM കൂടി ഒന്നിച്ചിരുന്ന ഒരു 11 മണിയോടുകൂടി തന്നെ മന്ത്രിക്ക് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കും. അതിന് പുറമെ ഫൈനൽ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും സമർപ്പിക്കും. ഇപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മളിത് നോക്കിയിട്ടുണ്ട്, ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പ്രിലിമിനറി റിപ്പോർട്ട് ഒരു 11:11 തന്നെ ADM ഞാനും കൂടി മന്ത്രിക്ക് സമർപ്പിക്കുന്നതായിരിക്കും. നമ്മളിപ്പോ നോക്കിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആ നിയമം ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജ്മെന്റ് റൂൾസും കൂടി വെച്ച് അതിനകത്ത് ഈ നിയമം എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ച് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും വീഴ്ചയുണ്ടെങ്കിൽ കർശനമായ നടപടിക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കും. 2 ആനകളുണ്ടായിരുന്നു. ആനകളും ആളുകളും തമ്മിലൊക്കെ മതിയായ അകലം പാലിക്കണമെന്നുണ്ടല്ലോ. നമ്മളിപ്പോ പ്രിലിമിനറി സർവേയിലും സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴും ആ അകലം പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റാഫ് പറയുന്നത്. എന്തായാലും ഫൈനൽ റിപ്പോർട്ടും കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയും നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊഴികളൊക്കെ എടുക്കുന്നുണ്ട്. ആൾക്കാരുടെ മൊഴികളൊക്കെ എടുത്തു. എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് ഫൈനൽ റിപ്പോർട്ട് വൈകുന്നേരം. മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. ആന ഇടയാൻ കാരണം പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടതുകൊണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ 12 പേർ ചികിത്സയിലാണ്. കൊയിലാണ്ടി നഗരസഭയിലെ 9 ഡിവിഷനുകളിൽ ഹർത്താലാണ്. പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ പരിക്കേറ്റവരുടെ നില ഏത് തരത്തിലാണ്? ഒപ്പം പടക്കം പൊട്ടിയതുകൊണ്ടാണ് ഈ അപകടമുണ്ടായത്, ആന വിരണ്ടത് എന്നുള്ള പ്രാഥമിക നിഗമനം ഉത്സവ കമ്മിറ്റി ആദ്യ തന്നെ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയുണ്ടായി. ഇതേത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്? അപർണ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഏകദേശം ഉച്ചവരെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് സമയമെടുക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. 3 പേരുടെയും മൃതദേഹങ്ങൾ ഉച്ചയോടെ 12 മണിയോടെ വിട്ടുകൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ഈ അരിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരൊക്കെ ചേരുന്നുണ്ട്. ഇത് ഈ കൊയിലാണ്ടി നഗരസഭയുടെ അടുത്ത് തന്നെ ഈ മരിച്ച രാജൻ, താങ്കളുടെ പഞ്ചായത്ത് അവിടെ താമസിക്കുന്നത് അയാളൊക്കെ പങ്കെടുത്തു. പരിക്ക് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ 2നും തോല് പോയതായിട്ട് കാണുന്നുണ്ട്. അതെന്തോ ഒരഞ്ഞ് തോല് പോയതായിട്ടാണ് കാണുന്നത്. ആനയുമായി ബന്ധപ്പെട്ട പരിക്കൊന്നായിട്ട് തോന്നിയിട്ടില്ല. സ്ത്രീകളെ തലയ്ക്ക് കാര്യമായ പരിക്കുണ്ട്, നല്ല പരിക്കാണുള്ളത്. അതും ഈ കെട്ടിടം വീണ് പറ്റിയതാണോ ഇനി ആനയുടെ ചവിട്ടെന്തോ ആണോ എന്നുള്ളത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ നമുക്ക് പറയാൻ കഴിയും. 3 മൃതദേഹങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത്. തുടർ നടപടികൾ ആദ്യം കുറുവങ്ങാട് പൊതുദർശനത്തിന് വെക്കും 3 മൃതദേഹങ്ങളും. അതിൻ്റെ ശേഷം പിന്നെ രാജൻ നായർ ഇപ്പം അരിക്കുളത്താണല്ലോ താമസിക്കുന്നത്. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകും, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. സംഭവം നടന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളില്ല. അല്ലാണ്ട് അവിടെ ചേട്ടൻ ആ സമയത്ത് അവിടെ അമ്പലത്തിലുണ്ടായിരുന്നു? അമ്പലത്തിൻ്റെ പരിസരത്തുണ്ട്. നമ്മളവിടുത്തെ ഒരു ഭാരവാഹിയും കൂടിയാണ്. പടക്കം പൊട്ടിച്ചതിനെ കുറിച്ചുള്ള, അതായത് പടക്കം പൊട്ടിച്ച ആനയുടെ പൊട്ടിക്കൽ സാധാരണഗതിയിൽ വരവ് വരുന്ന സമയത്ത് ചെറിയ പൊട്ടിക്കലുണ്ട്. പക്ഷെ അതൊരു കാരണമായെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ആന തമ്മിലുള്ളൊരു വിഷയമാണത്. ആനനെ അടുത്തടുത്ത് നിർത്തിയപ്പോൾ ഒരാന തിരിഞ്ഞ് തട്ടിയതാണ്. കൊമ്പോട് മറ്റേ ആനനെ തട്ടിയപ്പോൾ അതിന് പൊട്ടിയപ്പോൾ പേടിച്ചതായിരിക്കും. ഒരാനനെ കുത്തി അങ്ങോട്ട് ജാമാക്കി ആന വീണിട്ടാണ് ബിൽഡിങ് പൊളിയുന്നത്. ആ ഒരു ഗ്യാപ്പുള്ള സ്ഥലം. പ്രകോപനം ഉണ്ടാവാൻ കാരണം പടക്കം പൊട്ടിയതാണ് അങ്ങനെയൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇതുണ്ട് പറച്ചില്ലല്ലോ. സാധാരണയാണ് പടക്കം പൊട്ടിക്കുന്നതും ഇതല്ല. പക്ഷെ ഇന്നലെ കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ ഇത് അഭിപ്രായം. അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് അവിടെ. അല്ല, അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ടല്ല സാധാരണ പൊട്ടിക്കുന്നവരും. അപ്പം ആനയ്ക്ക് എന്തോ ഇതുണ്ടാക്കുന്നുണ്ടാവാം. ഇപ്പൊ ബാക്കിലുള്ള ആന ഫ്രണ്ടിൽ ആന കുത്തി അത് മറച്ചല്ലോ. ബാക്കിലുള്ള ആന കുത്തി അങ്ങോട്ട് ജാമായി കൊണ്ടുവരാ. പിന്നെ അതിന് ശേഷമാണ് മറ്റേ ആനയും കൂടി ഒന്ന് ഇതാകുന്നത്.
ശേഷമാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത്. കെട്ടിടിഞ്ഞു പോകുന്നു. കെട്ടി ഓടിട്ട ബിൽഡിംഗ് ആണ്, അത്ര സ്ട്രോങ് അല്ല, ചുമരമാണല്ലോ. പരിക്കേറ്റവരൊക്കെ നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിരുന്നോ? കണ്ടു, ഹോസ്പിറ്റലിൽ പോയി കണ്ടു. പക്ഷേ ഇപ്പോൾ പരിക്കേറ്റവരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും എല്ലിനൊക്കെ ഫ്രാക്ചർ ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഒരാൾക്ക് ഇപ്പോൾ സർജറിക്ക് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കുഴപ്പമില്ല. എന്നാലും കേസുകളിലൊക്കെ ഞങ്ങൾ എല്ലാവരും രാത്രി പോയി കണ്ടതാ, എല്ലാവരെയും കണ്ടതാണ്. ഇത്തരം പരിക്കുകളൊന്നും ജീവനഹാനിയുള്ള ആശങ്ക അവിടെ മെഡിക്കൽ കോളേജിലവർക്ക് അത്ര ഗുരുതരമായ പരിക്കുകൾ കാണുന്നില്ല. പിന്നെ ആരോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, ഏതെല്ലാമെന്ന് അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. അപർണ, നമ്മളിപ്പോൾ ഇത് ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നവരും ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരിലേക്ക് ആദ്യം പോയത്. അവർ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത് എഴുന്നള്ളിപ്പ് വരുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആചരിക്കുന്നതാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്. അത് അതിനപ്പുറത്ത് കൂടുതലായിട്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല എന്നൊരു നിലപാടാണ്. അത് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്നവർ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ ആനകൾ വളരെ ചെറിയ ശബ്ദത്തിൽ പോലും പ്രകോപിതരാകുന്ന രീതി സ്വഭാവമുള്ളവരാണ്. അത് ഒരു വന്യജീവിയാണ്. ചെറിയ ശബ്ദങ്ങൾ പോലും അതിനെ ഞെട്ടിക്കും. അതുപോലെ ചൂടും മറ്റ് അതിനെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഏത് തരത്തിലാണ് പ്രകോപനം അതിന് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അത് പെരുമാറുക എന്ന് പറയാനാകില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ആനയെ വിരളി പിടിപ്പിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ട് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാനാകും. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് ഉച്ചയോടെ ലഭ്യമാകുമെന്നാണ് അറിയാനാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആന ഇടഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടങ്ങളാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലാണ് ഇൻക്വസ്റ്റിൽ പങ്കെടുത്തവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള മൊഴി. ഈ പരിക്കുകളുണ്ട്, അതൊരു പക്ഷേ കല്ലോ അതേപോലെ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളോ വീടിനെ തുടർന്ന് അവർക്ക് ശരീരത്തിലേറ്റതാകാം. അപ്പോഴും അനുമോദ് വിരണ്ടോടിയ ആന ആരെയും ആക്രമിച്ചിട്ടില്ല. അപ്പോഴും ആ ഒരു പോയിന്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ ആന ആരെയും ആക്രമിച്ചിട്ടില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ചൂട് കൂടിയ ഒരു സമയമാണ്. അത് ഏത് തരത്തിലുള്ള വിശ്രമമാണ് ഈ ആനയ്ക്ക് കിട്ടുന്നത്? ഈ പരിപാലന ചട്ടം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ? അതിനുശേഷം ഈ വലിയ വെളിച്ചം വരുന്നു, പടക്കം വരുന്നു, സ്വാഭാവികമായിട്ട് അത് ഏത് തരത്തിലായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക എന്നുള്ള തരത്തിലൊരു കൃത്യമായിട്ട് അന്വേഷണം വേണം. ആ സാധ്യത പരിപൂർണമായിട്ടും തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ് ഉത്സവ കമ്മിറ്റി? അപർണ, നമുക്കറിയാം ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിൽ നാട്ടാരണ പരിപാലന ചട്ടവും ആനയെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ നടപ്പിലാക്കേണ്ട ചട്ടവും ഒക്കെ 100% എവിടെയും നടപ്പാക്കിയിട്ട് നമുക്ക് മുഴുവനായി കാണാനാകില്ല. കാരണം അങ്ങനെയൊക്കെ